നമസ്കാരം. ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും അധികാരവും ഓരോ ഇന്ത്യൻ പൗരനും ഉള്ളതുപോലെ തന്നെ മതവിശ്വാസി അല്ലാതാകാനും ഈശ്വര നിഷേധിയാവാനും ഇന്ത്യക്കാർക്ക് അധികാരമുണ്ട്. അത് ഭരണഘടനാദത്തമായ അധികാരമാണ്. അങ്ങനെയാണ് യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ജനാധിപത്യമില്ലാത്ത പല രാജ്യങ്ങളിലും യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും തലകൊയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സ്ഥിതി പോലും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് മതാധിപത്യം ഉണ്ടാവുന്നു, മോദിയുടെ സംഘപരിവാര രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുമ്പോഴും ഏത് മതത്തെയും വിമർശിക്കാനും ആ മതവിമർശനം ധൈര്യപൂർവ്വം തുടരാനും അവകാശമുണ്ട്. പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതൊക്കെ വാസ്തവമാണെങ്കിലും മതവിമർശനം നമ്മുടെ അധികാരമാണ്. ഈ മതവിമർശനം പണ്ടൊക്കെ ചെറിയൊരു കോണിൽ മാത്രം ഒതുങ്ങി നിന്നതാണ്. ബുദ്ധിജീവി കോണിലായിരുന്നു അത് ഒതുങ്ങി നിന്നത്. A.T. കോവൂരിനെയും ജോസഫ് ഇടമറുകിനെയും പോലുള്ളവരായിരുന്നു അതിൽ അറിയപ്പെട്ട വ്യക്തികൾ. എന്നാൽ കാലം ഒരുപാട് മാറി, സോഷ്യൽ മീഡിയ ശക്തമായി, യുക്തിവാദത്തിന് പല ഭേദങ്ങളുണ്ടായി. ഈ യുക്തിവാദികൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി. ഡോക്ടർ രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികളൊക്കെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റികളിൽ ഒരാളായി മാറിയത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ നിരന്തരം യുക്തിവാദത്തിലൂന്നി ഇസ്ലാമിക വിമർശനം നടത്തുന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ തെരുവോത്ത്. ഈ ആരിഫ് ഹുസൈൻ തൻ്റെ ചാനലിലൂടെ നിരന്തരം ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഖുറാൻ മുഴുവൻ പഠിച്ച ആളാണ് ആരിഫ്. അതുകൊണ്ട് തന്നെ ആരിഫിനെ ഖുറാനിലെ ഓരോ കാര്യങ്ങളും എടുത്ത് കൃത്യമായി വിശദീകരിക്കാൻ കഴിയും എന്ന തോന്നലുള്ളത് കൊണ്ട് യുക്തിവാദികൾ മാത്രമല്ല, ഇസ്ലാം വിരോധികളും ആരിഫ് ഹുസൈൻ്റെ ആരാധകരാണ്. ഒരു വർഷം മുമ്പ് ആരിഫ് ഹുസൈൻ കോയ കോളിംഗ് എന്ന പേരിൽ ഒരു പരിപാടി തുടങ്ങി. എന്തിനാണ് അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആരിഫ് എന്നോട് പറഞ്ഞത്, നേരത്തെ സംവാദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇസ്ലാമിക പണ്ഡിതന്മാർ അവരെത്തും, അവരുമായി സംവാദം നടത്തും, അവരെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് അവർ ഫത്വ പുറപ്പെടുവിച്ചു, ആരിഫിനെ പോലുള്ള യുക്തിവാദികളോട് ഒരിക്കലും സംസാരിക്കരുത്, തോറ്റുപോകുമെന്ന് ഉറപ്പായതോടെ ഇവർ ആരും മറുപടി പറയാൻ മടിക്കുകയും ഇവരാരും സംവാദത്തിന് ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആത്മാർത്ഥമായി ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ, അവർക്ക് ഉത്തരം കൊടുക്കാം എന്ന തരത്തിൽ തുടങ്ങിയതാണ് കോയ കോളിംഗ്. ഇസ്ലാം വിശ്വാസിയെ ആർക്ക് വേണമെങ്കിലും കോയ കോളിംഗിലേക്ക് വിളിക്കാം. കോയ കോളിംഗ് വിളിച്ചാൽ അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് നിലപാട് പറയാം. അതൊരു സംവാദമായി മാറും, ലൈവാണ്. ഈ സംപ്രേഷണം വളരെയധികം ഹിറ്റായി. ആണും പെണ്ണും അടക്കമുള്ള നൂറുകണക്കിന് വിശ്വാസികൾ ആരിഫ് ഹുസൈനെ വിളിച്ച് സംവാദത്തിൽ ഏർപ്പെട്ട് തേച്ചൊട്ടുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വളരെ കൗതുകമുണർത്തുന്ന ഒരു പരിപാടി കോയ കോളിംഗ് മാറി. എല്ലാ ദിവസവും വൈകുന്നേരം ഏതാണ്ട് 8 മണി മുതൽ 10-12 മണി വരെ ആരിഫ് ഹുസൈൻ ലൈവ് ചെയ്യും. ഈ സമയത്താണ് കോയ കോളിംഗും നടക്കുന്നത്. ഇതിനിടയിൽ ആര് വിളിച്ചാലും അവരോട് സംസാരിക്കുന്നു. പിന്നീട് ഈ കോയ കോളിംഗ് എപ്പിസോഡ് മാത്രം കട്ട് ചെയ്ത് പ്രത്യേകിച്ച് വീഡിയോ ആക്കും. ഈ കോയ കോളിംഗ് എന്ന പരിപാടിയുടെ 1ാം വാർഷികാഘോഷം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് നടത്താൻ കഴിഞ്ഞ മാസം തീരുമാനിക്കുന്നു ആരിഫ് ഹുസൈനും സഹപ്രവർത്തകരായ യുക്തിവാദികളും. എന്നാൽ ആ പരിപാടി ബുക്ക് ചെയ്തിരുന്ന ഹാളിൻ്റെ ഉടമയ്ക്ക് വധഭീഷണി ഉണ്ടാകുന്നു. പോലീസ് വിസമ്മതിക്കുന്ന ആ പരിപാടി മാറ്റിവെക്കേണ്ടി വരുന്നു. ജൂലൈ മാസം 19-ാം തീയതി കോഴിക്കോട് വെച്ച് ഈ പരിപാടി നടത്തുകയാണ്. നിരവധി പ്രമുഖരെ വിളിച്ച് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെയൊക്കെ എത്തിച്ചായിരിക്കും ഈ പരിപാടി നടത്തുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ്റെ കോയ കോളിംഗിലേക്ക് ഐഷ എന്നു പേരുള്ള ഒരു പെൺകുട്ടി വിളിക്കുന്നത്. ആലുവ സ്വദേശിനിയാണ്. അവിടെ നിന്ന് അവളൊരു ജോലിക്ക് പോകുന്നു. ഒരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഫാർമസി കമ്പനിയിൽ പോകുന്നു. അവിടെ സംഭവിക്കുന്ന മതചർച്ചകളും മതവിശ്വാസത്തോടുള്ള താല്പര്യവും അവിടെയുണ്ടായ ഒരു ചെറുപ്പക്കാരനുമായുള്ള പ്രണയവും ഇവളെ മതം മാറാൻ പ്രേരിപ്പിക്കുന്നു. അവിടുന്ന് അവൾ നേരെ മഞ്ചേരിയിലുള്ള സത്യസരണയിലേക്ക് പോകുന്നു. അവിടെ സംഭവിച്ച കാര്യങ്ങളും എങ്ങനെയാണ് ആളുകൾ അവിടെ എത്തുന്നതെന്നും ഏതെല്ലാം തരത്തിലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ വിശദീകരിക്കുകയാണ് ഈ പെൺകുട്ടി. അവിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചൽ. ലവ് ജിഹാദ് എന്ന വാക്ക് കേട്ടാൽ ഇവിടെ വലിയ ബഹളമാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. ഇത് നിയമപരമായി തെളിയിക്കാൻ കഴിയില്ല, സുപ്രീം കോടതി വരെ പോയതാണ്. എന്നാൽ ബോധപൂർവം അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചില ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നു. അവർക്ക് പിന്തുണയുമായി ചില മതസംഘടനകൾ പ്രവർത്തിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടുമായി പോലും ബന്ധമുണ്ടായിരുന്ന സത്യസരണയിൽ ഇപ്പോഴും മതം മാറ്റം നടക്കുന്നു. നൂറുകണക്കിന് പേർ വിവാഹം കഴിക്കുന്ന ലക്ഷ്യത്തിൽ മാത്രം അവിടേക്ക് വരുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എങ്ങനെയാണ് സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത ഇവരെ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നത് എന്നും വിശദീകരിക്കുകയാണ് ഐഷ. ഏത് മതത്തിൽപ്പെട്ട ആളാണോ ആ മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ. അതിനുത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ അതിനുത്തരം ഖുറാൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഖുറാനാണ് ശരി, ഇസ്ലാമാണ് ശരി എന്ന് തോന്നലുണ്ടാക്കുന്ന ഈ കെണിയെക്കുറിച്ച് വിശദമായി പറയുകയാണ് ഐഷ. ഐഷയും ആരിഫ് ഹുസൈനും തമ്മിലുള്ള ആ സംഭാഷണം കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് വന്ന ആള്. അതെ അതെ. ഇസ്ലാമിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ഇസ്ലാമിക ജീവിതം? ഒരാവശ്യം ഉണ്ടായില്ലാന്ന് തോന്നി. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദയ്ക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ
ത്രിശങ്കു സ്വർഗത്തിൽ നിക്കുന്ന പോലെ നിക്കുവാണ്. ആ അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. അത് ശരി. എന്നുവെച്ചാ ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഓ, ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു എന്ന്. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു ഇത് പറയാഞ്ഞെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരും, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് അതായത് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരും. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. ഇത് എത്ര കാലായി? ഇതിങ്ങനെ എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന്. അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. പ്രൈവറ്റ് ആണ്? അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച് ആവും. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് പൊന്നാനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആവണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആവണ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ അതായത് എന്താ പറയാ പിരിവിന് വരുന്ന പോലെ ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നേ. അത് സത്യസരണി എന്ന് പറയുന്ന കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്നുള്ള എനിക്ക് നിങ്ങൾ ചോദിച്ചതാണോ ഇത് എവിടെ പോയാൽ പഠിക്കാൻ പറ്റുന്നു? എവിടെ പോയാ പഠിക്കാൻ പറ്റുവാന്ന് ചോദിച്ചു. പൊന്നാനി സ്ഥാപനം എവിടെയാണ്? ഏതാ? ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എവിടെയാണ്? ആലുവ. ഓ, ആലുവയിൽ ഇത് ചോദിച്ചപ്പോ നിങ്ങളെ മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. മഞ്ചേരിയിലേക്ക് പറഞ്ഞിട്ട് അപ്പോ ശരി എന്നാ അവിടെ പോവാലോ എന്ന് വിചാരിച്ചു. അവിടെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ മാറാൻ പോയത്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറെ അതായത് നമുക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ വെളുപ്പിനെ എണീക്കുക, എന്നിട്ട് നിസ്കരിക്കുക, അതായത് തഹജ്ജുദ് തുടങ്ങി നമ്മള് പള്ളിയിലായിരിക്കും നിസ്കാരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് നമുക്ക് ഒരു പ്രശ്നമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരം വരും. അങ്ങനെ പിന്നെ കുറച്ച് ടൈം ഫുഡ് കഴിക്കാൻ കിട്ടും. അതിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ കഴിക്കണം. പിന്നെ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുക ഇസ്ലാമിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിട്ട്. അപ്പോ നമുക്ക് തന്നെ അത്ഭുതം, ഡെയിലി ഇങ്ങനെ വരുന്ന എന്താന്ന് ആലോചിച്ചു. അപ്പൊ കുറെ ആളുകളായിട്ട് പരിചയമായി കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് കല്യാണം കഴിക്കുക എന്നുള്ള നമ്മള് ലേഡീസ് മാത്രം വേറെ, ബോയ്സ് ഒക്കെ വേറെ സെക്ഷനാണ്. അപ്പോ ലേഡീസിനോട് സംസാരിച്ചപ്പോ അവരെല്ലാവരും പല മതത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ അവരൊക്കെ വന്നത് കല്യാണം കഴിക്കാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ.
അപ്പൊ ആരും ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇതിനകത്ത്, കാരണം ഭയങ്കര ടഫാണ്. അപ്പൊ ലവ് ജിഹാദിന്റെ ഇരകളെ നിങ്ങൾ അവിടെ കുറെ കണ്ടു? അതെ, കൊറേ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഉസ്താദ് അവിടെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാല്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് ഒന്നോ രണ്ടോ കാര്യം മാത്രമേ ഞാനിവിടെ കേട്ടിട്ടുള്ളൂ, എന്റെ ചെവിയിൽ കേട്ടിട്ടുള്ളൂ. അതായത് അത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് ഉസ്താദിന്റെ വായിന് വീണതാണോ എന്തോ, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കിളി പോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണോ സ്ത്രീകളെ കുറിച്ച് അത് നമ്മളെ ഇങ്ങനെ താത്തിക്കെട്ടുന്ന ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇഷ്ടപ്പെട്ടിട്ട് പോലും എനിക്ക് തോന്നി അങ്ങനെ. പക്ഷെ വേറെ ആരും ചോദിച്ചില്ല. ഒരു ഉസ്താദ് ഇങ്ങനെ ഒരാണായതുകൊണ്ടായിരിക്കാം വേറെ ആരും അതിനെപ്പറ്റി ചോദിച്ചില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ എവിടെ നിന്ന് സംശയം ചോദിച്ചാലും ഉസ്താദ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഖുറാനിലെ മലയാളം അങ്ങനെയൊന്നും അല്ല പറഞ്ഞു തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ ഹിന്ദു ആണെങ്കിൽ എന്താ ഗ്രന്ഥങ്ങളിലേക്ക് വരും. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് മൊത്തം ക്വസ്റ്റ്യൻ ആണ്. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, അപ്പോ ശിവൻ ആരാണ്, ശിവന് മക്കളുണ്ട്, അപ്പൊ ദൈവത്തിന് മക്കളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ആൻസർ ഇല്ല. അപ്പൊ പറഞ്ഞു ശരിയാണല്ലോ, ദൈവത്തിന് മക്കളുണ്ടാവോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോ പിന്നെ ബൈബിളിൽ നിന്നാണെങ്കിൽ, ക്രിസ്ത്യൻ ആണ് അവിടെ ഉള്ളെങ്കിൽ ബൈബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ പറയാ, ഇന്ന പേജില് ഇത്ര നമ്പറിൽ നിങ്ങൾ ചോദിച്ചതിന് ആൻസർ ഉണ്ട്, തുറക്കാൻ പറയും. അപ്പൊ നമ്മൾ തുറക്കുമ്പോ അത് കറക്റ്റാ. അപ്പൊ നമ്മൾ തുറന്നു നോക്കുമ്പോ ശരിയാണല്ലോ. അപ്പൊ ഉസ്താദ് പറയും എനിക്ക് എല്ലാം കാണാപ്പാടാണ്. അതായത് ഖുറാൻ ആണെങ്കിലും ബൈബിൾ, നിങ്ങളുടെ ബൈബിൾ ആണെങ്കിലും, അതായത് ഹിന്ദുസിന്റെ എത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടാണ്. അപ്പോ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തി, ഞാനും 2 പുരോഹിതന്മാരും ക്രിസ്ത്യൻസ് അവരായിട്ട് ഒരു വാതുവെപ്പ് നടത്തി. അതായത് ട്രെയിനിൽ ഇങ്ങനെ പോവുക, കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഗ്രന്ഥം വെക്കുക, എന്റെയും വെക്കുക, എന്നിട്ട് ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു. അപ്പോ നിങ്ങളുടെ ആണെന്നാണ് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യനിലേക്ക് ആവും, അതല്ല എങ്കിൽ നിങ്ങൾ എന്റെയിലേക്ക് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞു. അപ്പോ ഇത് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞു. ഇതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട്. അപ്പൊ അപ്പോ അവര് പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഇവര് പോയി കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ യാത്ര ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോ എന്നിട്ട് ഇവര് പിരിഞ്ഞു. ഇവര് കുറെ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് 3 പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പുരോഹിതൻ കുറച്ചു നാള് മുമ്പ് ഫോണില് കലിമ ചൊല്ലി. ഒരു മെസ്സേജാണ് ഇത് വന്നേ, കലിമ ചൊല്ലി. അപ്പൊ അത് പറഞ്ഞപ്പോ നമുക്കൊരു രോമാഞ്ചം വരുമല്ലോ, ആണോ അപ്പൊ അതാണോ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ കിടുങ്ങിയിരിക്കുക. അപ്പോ പിന്നെ ഒരാളെ ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക, അയാള് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു. അയാള് പോയ വഴി പുല്ല് മുളച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ജോക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോ കൊറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചേട്ടൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സ്ത്രീകളെ കുറിച്ചുള്ളത്, പിന്നെ നബി ഇത്ര വയസ്സില് മാരേജ്, ആകെ പറഞ്ഞേക്കുന്നത് ഖദീജ ബീവിനെ, അതായത് ത്യാഗം പോലെ. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ആരുടെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഖദീജ ബീവി ക്യാഷ് ടീം ആയിരുന്നു, അത് പറയുന്നില്ല കേട്ടോ എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോ പറയും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. പിന്നെ കൂടുതൽ പേരും അവിടെ വരണേ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാരേജ് ഇല്ല, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കും, വീട് വെക്കാൻ, ഡ്രസ്, ഫുഡ്, ഇത് എല്ലാം ഓഫർ ചെയ്തിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മതം മാറി വന്നാൽ നിങ്ങൾക്ക് വീട് വെച്ചാരാണ്. അതായത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ അവരുടെ ചെവിയിൽ കേട്ട കാര്യമാണ്. ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം സെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കഴിയുമ്പോ ചൊല്ലുക, 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെന്നുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണോ ഇസ്ലാമിലേക്ക് വരുന്നത്, ഇതാണോ? അപ്പൊ കാരണം നമ്മുടെ ദീന് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഖുറാനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പണ്ട് ഒരു ബുക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അടിമ സ്ത്രീയെ ഇങ്ങനെ വ്യഭിചരിക്കുന്ന കാര്യം അങ്ങനെയും, പിന്നെ എന്താ പറയാ ആ ഒരു സെക്സിൽ ഇതൊക്കെ പറയുമ്പോ പണ്ട് ഒരു ബുക്ക് ഉണ്ടല്ലോ ചേട്ടാ, മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞേ, എനിക്ക് അത് ഓർമ്മ വന്നേ. എന്താ വെച്ച് കഴിഞ്ഞാ അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ അതിനകത്ത് കൊണ്ട് എഴുതി വെക്കാൻ പോയേ? ആൾക്കാരോട് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് എന്തിനാ എഴുതി വെക്കാൻ പോയി? അത് ആളുകൾ പിന്തുടരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇതിന്റെ മലയാളം ആർക്കും അറിയൂല. ഇതെന്താ പറയണേ? അവിടെ നിന്നാണ് ഞങ്ങള് പറയും. ഇപ്പൊ എന്തെങ്കിലും അതുമായിട്ട് പറയുമ്പോ അതിന്റെ മലയാളം മീനിങ് ഒരു അച്ചടി പോലെ ഇങ്ങനെ പറഞ്ഞു തരും. അതിന്റെ ഇപ്പോ കാഫിറിനെ കുറിച്ച് പറയണത് അതുണ്ടല്ലോ, അതാണെങ്കിലും ക്ലിയർ ആയിട്ട്, അതായത് മറ്റുള്ളവരെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ അവരെ എങ്ങനെ ചെയ്യണം അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഒരു പാരമ്പര്യ മുസ്ലിംസിനോട് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുമായിരിക്കാം, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വന്നവരാ. അപ്പൊ നമ്മുടെ അടുത്ത് പറയുമ്പോ നമ്മള് എന്തായാലും റിട്ടേൺ ഞങ്ങളൊക്കെ നിങ്ങളുടെ മതം പഠിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ അടുത്ത് ഈ വെളുപ്പിച്ച നല്ല സാധനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആകെ പറഞ്ഞ് കേട്ടേക്കണത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ചേട്ടന്റെ വീഡിയോസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ 2 വർഷത്തിന് മുന്നേ പോയതാ. പോയി എന്നിട്ട് കലിമ ചൊല്ലിയത് എന്നാണ്? എത്ര വർഷം മുന്നേ? ഇത് തന്നെ ആ ഒരു അത് പോയി അവിടെ ചെല്ലുമ്പോ അന്ന് തന്നെ നമ്മൾ അവിടെ കേറുമ്പോ തന്നെയാണ് അവർ കലിമ മുഹമ്മദ് റസൂലുള്ളാഹ് ഇത്രേ പറയുന്നു. ഇത്രേ പറഞ്ഞു. ഇത് അവിടെ ഉസ്താദുണ്ട്, മെയിൻ ഉസ്താദുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എന്തെങ്കിലും കൈ കഴുകാനോ കുളിക്കാനൊക്കെ പറയൂ? വേറെ ഒന്നും പറഞ്ഞില്ല. നേരെ ചെല്ല അങ്ങോട്ടേക്ക്. നമുക്ക് സെക്ഷൻ വേറെ ഉണ്ട്, ലേഡീസിന്റെ സെക്ഷൻ വേറെ ഉണ്ട്. പർദ്ദ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ അവർ അവിടെ തരും. 2 മാസത്തെ കോഴ്സാണ്. 2 മാസം അവിടെ നിന്നു അതോ പോയി വന്നോ? അവിടെ നിന്നു. ഇല്ല, അവിടെ നിക്കണം. ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോ ഇവിടെ ലീവ് തന്നു. ഞാനൊരു മുസ്ലിം ആണ്, എന്നിട്ട് ഷോപ്പിലെ ഓണർ. അപ്പൊ എനിക്ക് ഈ 2 മാസത്തെ ലീവ് ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൊക്കോ കുഴപ്പമില്ല, വേറെ ആളെ എടുക്കണില്ല, നീ തന്നെ പോയിട്ട് വായോന്ന് പറഞ്ഞിട്ട് 2 മാസത്തെ ശമ്പളം തന്നു. ഇല്ല, 2 മാസം ശമ്പളമായിട്ടല്ല ഞാൻ വന്നത്, കാലിയായിട്ടാണ് വന്നത്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മള് ജോലിക്ക് പോണില്ലല്ലോ. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സക്കാത്ത് പോലെ തരില്ലേ, അതുപോലെ പൈസ തന്നു. അപ്പൊ എനിക്കത് അപ്പൊ അതായത് എന്റെ ഒരു മാസത്തെ സാലറി ആണ് തന്നത്. അപ്പൊ എനിക്കതൊരു ആശ്വാസമായിരുന്നു. നമുക്കത് കിട്ടിയപ്പോ വെറുതെ വന്ന് എന്റെ വീട് ആലുവ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ നിങ്ങൾ വീട്ടുകാരോട് എന്താ പറഞ്ഞത്? വീട്ടുകാർക്ക് അറിയോ? വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. അറിയില്ല? ഇല്ല, അതായത് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അറിയില്ല. നിങ്ങൾ അവിടെ പോയി നിന്നതോ മതം മാറിയതോ ഒന്നും വീട്ടുകാർക്ക് അറിയില്ല? ഒന്നും അറിയില്ല. ഇല്ല. അപ്പൊ ഇതിപ്പോ വീഡിയോ കോള് വരുമ്പോ വീട്ടുകാർ അറിയില്ലേ? കോള് അല്ല, ഇതിപ്പോ എന്റെ ഫാമിലി പ്രോബ്ലം ഇല്ല. അപ്പോ ഞാന് ഫാമിലിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി. അപ്പോ അതുകൊണ്ട് ഇപ്പൊ എന്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ മാരേജിൽ കുറെ വിഷയങ്ങളുണ്ടായി. അങ്ങനെ അതുകൊണ്ട് വീട്ടില് ആർക്കും അറിയില്ല. അതായത് നമ്മളിങ്ങനെ എന്താ പറയാ ഒഴിഞ്ഞിട്ടേക്കണെന്ന് പറയില്ലേ, അങ്ങനെയാണ്. കുഞ്ഞിലേ മുതലേ അവർക്ക് ആൺകുട്ടികളെയാണ് ഇഷ്ടം, പെൺകുട്ടികളെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് വേറെ ആൾക്കാർക്ക്. അങ്ങനെ ഒരു ഞാന് ഫാർമസിയാണ്. അപ്പൊ ഈ നിങ്ങള് അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും വിവാഹം അങ്ങനെ വല്ലതും വന്നോ? ഈ പറയുന്ന മതം മാറിയതിനു ശേഷം അങ്ങനെ ആലോചന വരിക? അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ആവണേന് മുന്നേ ഭയങ്കര കാര്യം ഒക്കെ ആയിരുന്നു. പക്ഷെ ചേഞ്ച് ആയി ഇവിടെ വന്നപ്പോ നമുക്ക് ഫാമിലിയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടില്ല. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഫാമിലിയിൽ അവിടെ, അതായത് എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോ അത് ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിക്കാഹ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ തന്നെ കോഴ്സ് കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന ടൈമിൽ അവർ നിക്കാഹ് കഴിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി,
എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനം, പ്രോബ്ലം ഉണ്ടാവില്ല, നമുക്ക് വിശ്വാസമുള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞ്. അതേപോലെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലം ആയി, നടക്കൂല. അതായത് അവിടെ ചെന്ന് ഇപ്പോ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം. അത് ഹിന്ദു തന്നെയല്ലായിരുന്നോ? അല്ല, ഹസ്ബൻഡ് മുസ്ലിമാണ്. അത് ശരി. അപ്പോ അതിനുശേഷമാണ് അപ്പൊ നിങ്ങൾ മതം മാറാൻ പോയേ? അല്ല, ഞാന് ഫസ്റ്റ് ഞങ്ങളെ ഇഷ്ടമായിരുന്ന ടൈമിലാണ് മതം മാറാൻ വേണ്ടിട്ട് പോയേ. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും കുഴപ്പമില്ല, ഹിന്ദു എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളും അപ്പൊ മതം മാറിയത് ഈ ഇഷ്ടം കൊണ്ടാണോ അതോ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ? ഇഷ്ടം കൊണ്ടാണ് മാറിയത്. പക്ഷെ വീട്ടിലും കൂടി കയറണമെങ്കിൽ, അവർ അംഗീകരിക്കണമെങ്കിൽ ഞാനൊരു മുസ്ലിം ആയിരിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അവരംഗീകരിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ അവിടെ പോകേണ്ടി വന്നത്? അതെ അതെ, അവിടെ അതുകൊണ്ടാണ് പോകുന്നത്. സത്യസരണിയിൽ നിങ്ങൾ പോയപ്പോ നിങ്ങളും ഈ വിവാഹത്തിന് വേണ്ടി വന്ന ആൾ തന്നെയല്ലേ? അല്ല, ഇവർക്ക് കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല. ഇങ്ങനെ ഹസ്ബൻഡിന് കുഴപ്പമില്ല, ശരി. പക്ഷെ ഇതേ ഹസ്ബൻഡിനല്ലേ പറഞ്ഞു വീട്ടുകാർ അംഗീകരിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞത്? ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല, അത് എന്റെ ചിന്തയാണ്. വീട്ടുകാരങ്ങനെ പറഞ്ഞില്ല? ഇല്ല, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, അവര് പറഞ്ഞിട്ടില്ല. ഇഷ്ടമായ ടൈമിലാണല്ലോ ചേഞ്ച് ആവാൻ പോയത്. അപ്പൊ അത് നിങ്ങൾ ഈ അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 3 വർഷം മുന്നേ, നിങ്ങൾ എത്ര വർഷം മുന്നെയാണ് അപ്പൊ ഇയാളെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ 5 വർഷമായിട്ട് പരിചയമുണ്ട്. അതായത് ഇപ്പൊ 3 വർഷമായിട്ടാണ് നിങ്ങൾ മതം മാറിയത്, ഈ സംഭവമൊക്കെ ഉണ്ടായത് അല്ലെ? 3 വർഷം മുന്നേ, 2023. അപ്പൊ അതിനും 2 വർഷം മുന്നേ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ ആ പരിചയപ്പെടുന്ന സമയം മുതൽ നിങ്ങൾ ഈ ഇസ്ലാമിനെ കുറിച്ചും ഈ രീതികളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങി? അതെ, കുറെ കഥകളും ഇങ്ങനെ പറയുന്ന കഥകളും. അപ്പൊ അങ്ങനെ അറിയുന്ന സമയത്താണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതെ. അപ്പൊ ആ ജോലി കിട്ടി, നിങ്ങൾ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു? എവിടെ ജോലി? അല്ല, ഞങ്ങള് ജോലി ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അവിടുന്നാണോ കല്യാണം നടന്നത്? അല്ല, കല്യാണം നടന്നത് ഇവിടെ ഈ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങണ ദിവസമാണ്. അവിടെ അങ്ങനെയാണ് അവിടെ രീതി. അവിടെ വെച്ചാണോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? അല്ല, ഇവിടെ വെച്ചേ പരിചയമുണ്ട്. അല്ലാണ്ട് അതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ നിങ്ങൾക്ക് ഈ നോമ്പെടുക്കാനും അതുപോലുള്ള കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്ന സുഹൃത്ത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തായിരുന്നു? അതെ അതെ. അങ്ങനെ ഇപ്പൊ ശരി. നോമ്പ് എടുക്കണത് എനിക്ക് പറഞ്ഞു, എന്ന് വെച്ചാ കൂട്ടത്തില് അവര് നോമ്പ് എടുക്കുമ്പോ ഞാൻ പിടിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് നോമ്പ് തുറക്കണെന്നും എനിക്ക് അറിയൂല. അതല്ല. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഡോട്ട്സ് ഒന്ന് കണക്ട് ചെയ്യണമല്ലോ, ഇതിന്റെ സ്റ്റോറി ലൈൻ കറക്റ്റ് ആവണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറയണ എന്തോ തകരാറുണ്ടെന്ന് നാട്ടുകാർ പറയുള്ളൂ. അപ്പൊ 5 വർഷം മുന്നെയാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നത്? അതെ. ഓക്കെ. 5 വർഷം മുന്നേ ജോലിക്ക് കയറി പഠിച്ചു കഴിഞ്ഞപ്പോ, അതായത് നിങ്ങൾ 25-ാം വയസ്സിൽ. ഓക്കെ. അവിടെ കയറുന്നിടത്താണ് നിങ്ങൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? ഓക്കെ. അപ്പോൾ ആ കൂട്ടുകെട്ടിലൂടെ നിങ്ങൾ ഇസ്ലാമിനെ കൂടുതൽ അറിയുന്നു. അങ്ങനെ നിങ്ങൾ പ്രണയത്തിലാവുന്നു. പ്രണയത്തിലായപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ തീരുമാനിച്ചിട്ടില്ല, അതായത് വീട്ടിലൊക്കെ പറയാ, എന്നിട്ട് ഓക്കെ ആക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിലാണ്. ശരി. അപ്പൊ നിങ്ങൾ അവിടെ അപ്പൊ എന്തായാലും നിങ്ങൾ പ്രണയത്തിലായി അവിടുന്ന് 5 വർഷം മുന്നേ പരിചയപ്പെട്ട സമയം മുതൽ, ജോലിക്ക് കയറി കൊടുത്തത് മുതൽ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനോട് അടുക്കുന്നു. ഇസ്ലാമിനോട് അടുത്തപ്പോൾ നിങ്ങൾ ഇസ്ലാം പഠിക്കണമെന്ന് ആളോട് പറയുന്നു. അപ്പൊ ആളാണ് നിങ്ങൾക്ക് ഈ മറ്റെന്താണ് ഈ സത്യസരണി പരിചയപ്പെടുത്തി തരുന്നത്? അല്ല, അതെന്റെ ജോലി സ്ഥലത്തുള്ളവരാണ് പരിചയപ്പെടുത്തി. ഇദ്ദേഹം ജോലി സ്ഥലത്ത് തന്നെയല്ലേ? അല്ല, ഈ പുള്ളിയൊക്കെ സ്റ്റാഫുകളാ, അവിടുത്തെ ഓണേഴ്സ് ആണ് എനിക്ക് പരിചയപ്പെടുത്തി. ഓക്കെ. അപ്പൊ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഈ പറയുന്ന ഇസ്ലാം മതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, സത്യസരണി ഓണേഴ്സ് പരിചയപ്പെടുത്തി തന്നു. അതെ. ഓക്കെ. അപ്പൊ വീണ്ടും ആൾക്കാരുടെ എണ്ണം കൂടി. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി മതം പഠിച്ചു, ഇസ്ലാമിലേക്ക് വന്നു, കലിമ ചൊല്ലി. കലിമ ചൊല്ലി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിവാഹം അവിടെ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കലിമ ചൊല്ലി ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാൾ ഉപരി ഇത് നടന്നാൽ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടുമെന്നുള്ളൊരു ധാരണ? അല്ല, ഞാന് അവിടെ എന്റെ കോഴ്സിന്റെ ലാസ്റ്റ് ഡേ, അതായത് 2 മാസത്തിന് ഒരു 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ അവിടെ മാരേജ് കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുവരെ മാരേജ് എന്നുള്ളത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് പതിയെ മതി എന്നുള്ള രീതിയിലാണ്. അവിടെ വെച്ച് 2 ദിവസത്തിനുള്ളിൽ അവിടെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നാക്കി എന്ന് മാത്രമേ അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ.
എല്ലാരും കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എക്സാം ഉണ്ട്, ആ സമയത്താണ് ഞാൻ അവിടെ പറഞ്ഞത് ഇങ്ങനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ മാരേജ് ചെയ്ത് എല്ലാരെയും വിടുന്നുണ്ട്. അവസാന ടൈമില് മാരേജ് അവിടെ തന്നെ നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് വിടണേ. നമുക്കറിയില്ലല്ലോ. ഇത് കേരള സ്റ്റോറി മൂവിയിൽ കാണുന്ന മാതിരി തന്നെയാണ്. അതെങ്ങനെയാ? കേരള സ്റ്റോറിയിൽ ഇതേപോലല്ലേ, ഒരു പള്ളിയിൽ ഇരുത്തിയിട്ടാണല്ലോ അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചു വിടുന്നത്. മൂവി കണ്ടില്ലേ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കാണണം. ആണോ? എന്നിട്ട് അതിൽ കണ്ടതും നിങ്ങളുടെ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയണം. നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കില് അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയ നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവിടെ നിന്ന് പഠിച്ച, അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഓതനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞേ ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, എക്സാം ആവണേനൊക്കെ മുന്നേ ഞങ്ങൾ ഓടിപ്പോകുന്നു, അതൊരു ജയിലാണ്, അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾക്കൊന്നും പറ്റൂല അവിടെ നിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അപ്പൊ നമ്മുടെ കഥയുടെ ബാക്കി. എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല, അവർക്ക് വീട്ടുകാർക്ക് എന്നാ ഇഷ്ടമല്ല, അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വാപ്പ പറയണത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് നമുക്കറിയില്ലായിരുന്നു. അത് അവസാന ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവര് പറയണേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്നോട് വെയിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഹോസ്പിറ്റലായി, ഞാൻ സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ വാപ്പ പറഞ്ഞു ഇങ്ങനെ വീണതാണെന്നോ അങ്ങനെ മുറിഞ്ഞതാണോന്നോ നീ പറയണം ഹോസ്പിറ്റലില്, അല്ലാണ്ട് വേറൊന്നും പറയരുത്. അപ്പൊ സ്നേഹത്തോടു കൂടിയാ പറയണേ. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ രീതി മാറും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോള് അങ്ങനെ പറയുന്നു കേട്ടോ, മോള് എന്റെ മോളെ പോലെ തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞ്. അപ്പോ ഹോസ്പിറ്റലിൽ വെച്ചപ്പോ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചത് നന്നായിട്ട് മുറിവുണ്ട്, അപ്പോ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്, പുറത്ത് നിൽക്കണ ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോ അതേ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ പറഞ്ഞോ, അവര് കാരണല്ലേ ചെയ്ത്, ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശരി, എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്, എനിക്ക് അവരെ പറയാൻ പറ്റൂല. കാരണം ഒരു സൈഡില് വാപ്പ പറഞ്ഞ് വിട്ടേക്കണം എന്റെ മോളെ പോലെയാണ്, അപ്പൊ നമ്മളൊരു ചാൻസ് അവിടെ കണ്ടു, എല്ലാം പൊറത്തിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് നേരെ അവര്, ഞാൻ റെന്റിനാ താമസിക്കണേ, നേരെ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി, രണ്ട് ടാറ്റാ ബൈബ് പറഞ്ഞ് അവര് പോയി. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ഒഴിവാക്കണെയാണ്. അതായത് അവര് സപ്പോസ് നിങ്ങളന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചോ, അതെ, ഇവിടെ എന്തായിരിക്കും നിങ്ങളെ കഥ ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ കേരള സ്റ്റോറിയാണ്, നിങ്ങൾ ലവ് ജിഹാദിന്റെ ഇരയാണെന്നല്ലേ ഇവിടെ വരാ. നിങ്ങൾ ട്രാപ്ഡ് ആവുകയായിരുന്നു ഈ സാധനത്തിന്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.